ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ആൾ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്തു ചെയ്യുമ്പോഴും അതിൽ തനിക്ക് മാത്രം ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിനു പുറകിലുണ്ടാകും. ഇപ്പോൾ തൻ്റെ കൂടെ ട്രംപ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാനെ ചേർത്ത് നിർത്തുന്നതിൽ 2 ഗുണങ്ങളാണ് ട്രംപിനുള്ളത്. അതിൽ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഗുണം ഇന്ത്യ പാക് യുദ്ധത്തിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കിയത് ട്രംപ് ആണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നോബൽ സമ്മാനത്തിന് പാകിസ്ഥാൻ തന്നെ അമേരിക്കയെ നാമനിർദ്ദേശം ചെയ്യുക എന്നതാണ്. ട്രംപിന്റെ ആസൂത്രണം ഫലിക്കുകയും പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. അടുത്തത് കുറച്ചുകൂടി സങ്കീർണമാണ്. ഇറാനുമായി ആണവ കരാർ ഉണ്ടാക്കാൻ ട്രംപ് പഠിച്ച പണി 18 നോക്കിയിട്ടും നടക്കാത്തത് കൊണ്ട് ഇസ്രയേലിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കാണുന്ന യുദ്ധം ഇറാനും ഇസ്രയേലും തമ്മിൽ ഉണ്ടായത്. യുദ്ധത്തിനിടയിൽ മറ്റാരും സഹായിക്കാനില്ലാത്ത ഇറാനെ പാകിസ്ഥാൻ സഹായിക്കുമെന്നൊരു പ്രതീക്ഷ ഇറാനും ഉണ്ടായിരുന്നു. ഇറാൻ തന്നെ അത് പരസ്യമായി പറഞ്ഞതുമാണ്. എന്നാൽ പാകിസ്ഥാൻ ആ പ്രതീക്ഷയെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് ട്രംപ് പാകിസ്ഥാനെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഇനി പാകിസ്ഥാൻ ഇസ്രയേലിന് നേരെ തിരിയണമെങ്കിൽ ട്രംപ് വിചാരിക്കണമെന്ന അവസ്ഥയാണ്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ തകർന്നുപോയ പാകിസ്ഥാന് ഇനി അമേരിക്കയെ പോലെ ഒരു സുഹൃത്തിനെ കൂടാതെ എണീറ്റ് നിൽക്കാനുള്ള കെൽപ്പുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം അനുകൂലമായി വന്നിരിക്കുകയാണ് ട്രംപിന്. അതേസമയം മികച്ച നേതൃപാഠവും നയതന്ത്ര ഇടപെടലും മൂലം 2 ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇല്ലാതെയാക്കാൻ ട്രംപിന് കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തത്. ഇന്ത്യ ഔദ്യോഗികമായി തള്ളിയ ട്രംപിന്റെ ഇടപെടലിനെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് കാരണമായ കൃത്യമായ ഇടപെടൽ എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് തന്നെ. നാമനിർദ്ദേശം ചെയ്തുള്ള വാർത്താക്കുറിപ്പിൽ ഇന്ത്യയെ രൂക്ഷമായി വിമർശിക്കാനും പാകിസ്ഥാൻ മറന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയാണ് ആദ്യം യുദ്ധം നടത്തിയത്. പാകിസ്ഥാന്റെ പരമാധികാരത്തിനെതിരെയും സാധാരണക്കാർക്ക് നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. തങ്ങൾ ഓപ്പറേഷൻ ബുന്യൻ ഉൻ മറൂസിലൂടെ തിരിച്ചടിച്ചു എന്നുമാണ് അവരുടെ അവകാശവാദം. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ട്രംപുമായി ഫോണിൽ സംസാരിക്കവേ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് സൈനിക നടപടി അവസാനിപ്പിച്ചതെന്നും കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ ഒരു മധ്യസ്ഥ ശ്രമവും ആഗ്രഹിക്കുന്നില്ലെന്നും മോദി തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ഉൾപ്പെടെ നിരവധി സമാധാന ശ്രമങ്ങൾക്ക് താൻ നേതൃത്വം നൽകിയെന്നും നൊബേൽ പുരസ്കാരത്തിന് താൻ അർഹനാണെന്നും വാദിച്ച് ട്രംപ് നടത്തിയ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ നാമനിർദ്ദേശം എന്നതും ശ്രദ്ധേയമാണ്. പുരസ്കാരം തനിക്ക് അത് 4-5 തവണ ലഭിക്കേണ്ടതായിരുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്. മാത്രമല്ല, അവർ തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകില്ലെന്നും ലിബറലുകൾക്ക് മാത്രമേ നൽകൂവെന്നും ട്രംപ് പറയുകയും പിന്നാലെ പാക് സൈനിക മേധാവി അസീം മുനീറിന് വിരുന്നൊരുക്കുകയും ചെയ്തു. അങ്ങനെ ട്രംപിന്റെ വിരുന്നു സൽക്കാരത്തിൽ മുനീർ മൂക്കും കുത്തി വീണു എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. എന്തായാലും അവസാന വാക്ക് പാകിസ്ഥാന്റെയോ ട്രംപിന്റെയോ അല്ലാത്തത് കൊണ്ട് തന്നെ കാത്തിരുന്ന് കാണാം.